ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 11. ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത്? ഉത്തരം 1989. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന്? ഉത്തരം 1990 ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ KC സക്കറിയ, ലോകബാങ്കിലെ സീനിയർ ഡെമോഗ്രാഫർ ആയിരുന്നു. ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ജോൺ ഗ്രാന്റ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വർഷം? ഉത്തരം 1872. ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഉത്തരം ഡെമോഗ്രഫി. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം ആസ്ത. ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 9. 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി. ലോക ജനസംഖ്യ 800 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം വിൻസ് മബൻസാഗ്. ലോക ജനസംഖ്യ 700 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം സാദിയ സുൽത്താന. ലോക ജനസംഖ്യ 600 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം അദ്നാൻ മേവിച്ച്. ലോക ജനസംഖ്യ 500 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം മതേജ് ഗാസ്പർ. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം? ഉത്തരം ഏഷ്യ. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം? ഉത്തരം ചൈന 1980. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം അരുണാചൽ പ്രദേശ്. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതിവിവര വിഭാഗം നടത്തിയ ശുപാർശ പാലിച്ചുകൊണ്ട് നടത്തിയ സെൻസസ് ഏത് വർഷമായിരുന്നു? ഉത്തരം 1961 സെൻസസ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ഇന്ത്യ.